ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ് കലിയുഗം. അതിൽ അവസാനത്തേതാണ് കലിയുഗം. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,517ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് ഈ കലിദിന സംഖ്യ എണ്ണി വന്നിട്ടുള്ളത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 17-ാം തീയതിയാണ്. ശകവർഷം 1947, കാർത്തിക മാസം 12-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 നവംബർ മാസം 3-ാം തീയതിയാണ്. ഇന്ന് തിഥി വരുന്നത് ശുക്ലപക്ഷത്തിലെ ത്രയോദശി തിഥിയാണ്. രാത്രി 2:06 വരെയുള്ള സമയത്ത് ത്രയോദശിയുണ്ട്. അതിന് ശേഷം ചതുർദശി തിഥി തുടങ്ങുന്നു. നക്ഷത്രം വരുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉച്ചകഴിഞ്ഞ് 3:05 വരെയുള്ള സമയത്ത് ഉത്രട്ടാതി നക്ഷത്രം വരുന്നു. തുടർന്ന് രേവതിയാണ്. കരണം വരുന്നത് പന്നിക്കരണമാണ്. ഉച്ചയ്ക്ക് 3:40 വരെയുള്ള സമയത്താണ് പന്നിക്കരണം. നിത്യയോഗം വരുന്നത് ഘർഷണനാമ നിത്യയോഗമാണ്. രാത്രി 7:39 വരെയുള്ള സമയത്താണ് ഘർഷണനാമ നിത്യയോഗമുള്ളത്. ഞാറ്റുവേല ചോതി ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം തിങ്കൾ ചന്ദ്രൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:17:55 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 5:56:56 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 39 മിനിറ്റ് 1 സെക്കൻഡ് വരെയുള്ള സമയമാണ് ദിനമാനം. പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത്. രാഹുകാലം വരുന്നത് രാവിലെ 7:45 മുതൽക്ക് 9:12 വരെയുള്ള സമയത്താണ്. ഗുളികകാലം ഉച്ചയ്ക്ക് 1:34 മുതൽക്ക് 3:02 വരെയുള്ള സമയത്താണ്. യമകണ്ടകകാലം വരുന്നത് 10:40 മുതൽക്ക് 12:07 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാണ്. അതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:43 മുതൽക്ക് 12:05 വരേക്കും. തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ചിട്ട് 12:09 മുതൽക്ക് 12:31 വരെയുള്ള സമയത്താണ് ഈ അഭിജിത്ത് മുഹൂർത്തം. മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസത്തിൽ ഒരു സുമുഹൂർത്തമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും എടുക്കാം എന്ന സമ്മതമുള്ളതാണ്. ശ്രീരാമചന്ദ്രൻ്റെ അയോധ്യയിലെ പ്രതിഷ്ഠ നടന്നിട്ടുള്ളത് ഈ അഭിജിത്ത് മുഹൂർത്തത്തിലാണ്. ഇന്ന് ഉത്രട്ടാതി നക്ഷത്രമാണ്. വിവാഹാദി മംഗളകാര്യങ്ങൾ, വ്രതാരംഭം, ദേവപ്രതിഷ്ഠ നടത്തുക, അതുപോലെ ഗൃഹാരംഭം, പുതിയ ഗൃഹം ആരംഭിക്കുക മുതലായിട്ടുള്ളവയൊക്കെ ഈ നക്ഷത്രത്തിന് ചെയ്യാവുന്നതാണ്. ത്രയോദശിയാണ് തിഥി. അതിനും യാത്ര ചെയ്യാവുന്നതാണ്. വസ്ത്രം, നൂതന വസ്ത്രം, അതുപോലെ യുദ്ധം തുടങ്ങുന്നതിന് നൂതന ഭൂഷണം, ആഭരണങ്ങളൊക്കെ അണിയുക, വ്രതം, ഇതിനൊക്കെയും ത്രയോദശി തിഥി അനുകൂലമാണ്. നമസ്കാരം.